നിന്നോടായിട്ട് എന്നെ ഗൂഗിൾ ഓൺ ആക്കിയിട്ടിട്ട് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഒന്നാ അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ നിർത്തി വെച്ചിട്ട് പറഞ്ഞു. ചപ്പാത്തി ഒന്നുമില്ല. നീ ഇവിടെ നിന്ന് എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ നിർത്തി. നീ പോണ്ട, ഞാൻ നിർത്തി. നിർത്തിയപ്പോഴത്തേനും വിട്ടു പോവാ. എന്നത് നീ തന്നെ പാലെടുത്തോണ്ട് പറഞ്ഞേ. നീ പാലെടുത്തോണ്ട് പോയല്ലോ. മുടിയെ പണിയാൻ കുറെ സമയം എടുത്തെന്ന് തോന്നല്ലോ. വേണേ വടിയൊക്കെ ആയിട്ട് കുഞ്ഞേ. വടിയല്ല കമ്പ. വടിയല്ല കമ്പാണോ? ഡാ നീ വടി കളഞ്ഞിട്ട് പോയി ഊഞ്ഞാലെ പോയിരുന്ന കഥ പറഞ്ഞു. അവിടെ എല്ലാം കുത്തി കയറും. വാടി കുഞ്ഞെ, ആ വടി കളഞ്ഞ എനിക്ക് പേടിയാ. പറയുന്ന കേക്കുഞ്ഞെ, നീ ആ വടി മാറ്റിയിട്ടേ. നീ ആ വടി കൊണ്ട് ആ കോവലിട്ടല്ല അടിച്ചില്ല നീയാ. ഇടി തരും ഞാൻ കേട്ടോ, ഇടി. ഇത് അമ്മേടത്താ. ആ കണ്ടോ കണ്ടോ കണ്ടോ, അടിച്ചോ എനിക്കട്ടെ. ഓക്കെ, കത്തിയോടെ വെച്ചേ. നീ ഇപ്പൊ വടി കൂടി ഞാൻ തരും ഞാൻ. അപ്പേ ഇവിടെ ഭയങ്കര അലമ്പ് ഇവിടെ വന്നുണ്ട്. ഓളേ ചക്കയും തരികയല്ലോ. നീ പോയി ആ ഊഞ്ഞാലെ പോയിരുന്ന് കഥ പറഞ്ഞു. വടി തരികയല്ല. വടിയേ നീ അവിടെയുള്ള ആ ചെടിയെല്ലാം കൂടെ ഇങ്ങനെ തട്ടി കളയുന്നുണ്ട്. അടിച്ച് കളയുക, അടിച്ച്. ആ തലക്കിട്ട് അടിച്ച് പോയേക്കുവാ. ചുമ്മാ ഇതിലെ കൂടെ അങ്ങ് നടന്നേ, പെരക്കാതിരിക്കാതെ. ആരോട് പറയാം. തീക്ക് എന്തോ ആയിരുന്നു കത്താനൊരു വിമിഷ്ടം. അതൊക്കെ മതി. ശ്യാമളമ്മ എവിടെയാ? പടത്തിന്റെ പേര് ശ്യാമളയല്ല, പിന്നെന്നാ പടത്തിന്റെ പേരെന്നായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടേ? ആ ചിന്താവിഷ്ടയായ ശ്യാമള. മനസ്സിലായോ? ചിന്താവിഷ്ടയായ ശ്യാമള എന്നാണ് പടത്തിന്റെ പേര്. അതിനകത്ത് ആരാ അഭിനയിച്ചേ? ഓ അച്ഛനായതാ, ചേട്ടനായതാ? ശ്രീനിവാസൻ. ആ കുറെ വർഷമായോ? പിന്നെ നീ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന ആളല്ലേ, പിന്നെ പിന്നെ നീ എന്നതിന് ചോദിക്കും പോകും. പറഞ്ഞു തരുമോ? കൗമുദി ടി വി അളിയൻസ് ഉണ്ട്, ഇപ്പൊ കാണിക്കുന്നില്ല. രാവിലെ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ചുമന്ന മുളക്, പരിപ്പിനടി വെച്ചേ. ചൂടാകട്ടെ, ചുമ്മാ അങ്ങോട്ട് കയറി ഇടാൻ പറ്റുമോ? പൊട്ടി ഇടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊട്ടട്ടെ. അയ്യോ പൊട്ടല് പോയോ? ഭയങ്കരമായി പോയല്ലോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ പച്ചമുളക്. പച്ചമുളകില്ല, മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടു, തക്കാളിയും സവാളയും മഞ്ഞപ്പൊടി ഇട്ട് പരിപ്പ് വേവിച്ച്. ഗരം മസാല ഒന്നും വേണ്ട. എന്നിട്ട് ചുമന്ന മുളക്, ചുമന്ന ഉള്ളി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ വെച്ചിട്ട് അരച്ചില്ല, ചതച്ച്. സംഭവം ഇതെല്ലാം കണ്ടുപിടിച്ചോ കേട്ടോ.
ആ പരിപ്പ് കറിയൊക്കെ വെന്ത് പരിപ്പ് വെന്ത് ഇത് നിൽക്കുവട്ടെ കൊച്ചേനെ വഴക്കട്ടെ. വെള്ളം ഒഴിക്കണ്ടേ? എൻ്റെ അപ്പ അവിടെ നിന്ന് തന്നെ സംസാരിക്കുകയാണ്. നടക്കുവാ വെള്ളം ഒഴിക്കണ്ടേ? എല്ലാത്തിനും വെള്ളം വെള്ളം ഇത് മതി. ഇത് മതി. വെള്ളം ഒഴിക്കണേ? വെള്ളം വേണ്ടെന്ന്. ഇല്ല. അത് കുറച്ച് പരിപ്പുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ വേവിക്കുമ്പോൾ കുറച്ച് പരിപ്പ് ശ്യാമളമ്മ മാറ്റി വെക്കുമായിരുന്നു. എന്തിനാന്നറിയോ? എന്തിനാ പറ, എന്തിനായിരിക്കും? കഴിക്കാൻ. ഞാൻ ചോദിക്കും ഒന്ന് വേവിച്ച പരിപ്പുണ്ടോന്ന്. പാവം പിടിച്ചത്. വിശക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? എണീറ്റ ഉടനെ പല്ല് തേക്കണം, പിന്നെ കുളിക്കണം. കറിയൊക്കെ ആയി. പല്ല് തേക്കണം ആദ്യം. ഒരു വേണേ പല്ല് തേക്ക്. കറി യെസ് കറിയായി മുത്തേ, കറിയായി. ഇങ്ങോട്ട് ചെവിയൊക്കെ കേൾക്കാം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്ക. ഗൂഗിള് വെച്ചിട്ട് ഇവിടെ വന്നിരിക്കരുത്, അല്ല ഗൂഗിൾ ഓഫ് ചെയ്തിട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നാ ഗൂഗിൾ ഓഫ് ചെയ്തേ. വിശക്കുന്നെങ്കിൽ പോയി പല്ല് തേക്കാം. ബാ വിളിക്കാം. ബാ എന്ത് പല്ല് തേക്കാതെ ഒന്നും തരില്ല. ഓക്കെ, നിന്റെ ചേച്ചി ഇപ്പൊ സ്കൂളിൽ ചെന്നു, പല്ല് ഉപയോഗിച്ചിട്ടില്ല. ചെല്ലേ, അമ്മ എടുത്തു തരാം. ബാ ഗൂഗിൾ എടുത്ത് ഞാൻ മിക്കവാറും പെരപ്പുറത്തിടും കേട്ടോ. പോക്ക് വേണ്ടോ? ഭയങ്കര മടിച്ചായിട്ട് വരും ഇപ്പം. ഇന്ന് വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു. എൻ്റെ പരിപ്പ് കറി റെഡിയായി. മതി. ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ എടുക്കരുത്. ബോഡി വെള്ളത്തിൻ്റെ പരിപാടിയാണോ? നടപടിയുള്ള കേസാണ്. നടപടികളാണോ? നേരത്തെ ചിത്രം എടുക്കുവാ. മീനെ പിടിക്കാനാണോ? മീൻ കാണിയല്ലേ, അതുപോലെ പാമ്പും കാണും. എൻ്റെ മോനെ, ഞാൻ എൻ്റെ അടുത്ത് പോലും നിൽക്കുന്നില്ല. ആ മീൻ ഇതിനകത്തുണ്ടോ? അതെങ്ങനെ വരാനാ? ഞങ്ങൾ ആരും അത് തൊടുന്ന പോലില്ല ചേട്ടാ. അല്ലാതെ ചേട്ടാ തന്നെ വെളിവെല്ലാം എടുത്തിട്ടായിരിക്കും. മീനെ പിടിക്കാതിരിക്കുവാണോ? ഭഗവാൻ
പിന്നെ എന്താണ് 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 ആഹാ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി കുഞ്ഞു പകുതിയായി പോയല്ലോടി ശ്യാമളമ്മ ഇല്ലാഞ്ഞിട്ടാ ആ അടി ഒന്നും മേടിച്ചില്ലടി ചുമ്മാ കയ്യും വീശി നോക്കാം പച്ചക്കറിയാണല്ലേ അയ്യോ എന്നാ കൊണ്ടാ പഴം കൊണ്ടായോ അയ്യോ പറ്റീരാടി പറ്റീര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്തേ ഓ എനിക്ക് പറയാൻ നേരം ഒന്നുമില്ല നീ വേണം അതിനകത്ത് വേണം എടുത്തു വെക്കണമായിരുന്നു എന്റെ ഫോണിലോട്ട് ഇട്ടായിരുന്നോ അറിയത്തില്ല ഇന്നെടുത്തില്ല ഇന്നലെ നേരത്തെ കയറി 10 മണിയായപ്പോൾ ഒരു ഒറ്റ കിടപ്പ് കിടന്നു ഈ പറമ്പ് മൊത്തം തെളിച്ചു കാട് പിടിച്ച് കിടക്കുമായിരുന്നു എല്ലാം പോയി പൊക്കാൻ പറ്റുമോ അവിടുന്ന് ഞാൻ പെട്ടെന്ന് അടച്ചിട്ടു ഞാൻ നോക്കുമ്പോൾ അതിൽ സ്പീഡിൽ വരണം പുറകെ വരും അടച്ചിട്ടില്ല നേരെ വീട്ടിലോട്ട് കയറിപ്പോയനെ ഈ സാധനം ഏത് നേരം അതിന് അകത്താ അതകത്തുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഞാൻ അടച്ചിട്ട് നിന്നെ നോക്കിയിട്ട് നിന്നെ കണ്ടില്ല ഞാൻ അവിടെ പണിയുന്നുണ്ട് പട്ടി പോകണം രാവിലെ ഇവിടെ നിന്ന് പോകുന്ന നാരായണി രാത്രിയിലാണ് വരുന്നത് ഇപ്പോൾ വരുന്നുണ്ടോ താഴെ നിന്ന് ഇപ്പോൾ വരും എൻ്റെ കൊച്ചി പക്ഷെ പട്ടി വരച്ചില്ലല്ലോ നല്ല കട്ടുമണം അയ്യോ ചമ്മിപ്പോയി ഇല്ല ഇല്ലടി ഞാൻ അകത്ത് വന്ന് കാണുമായിരിക്കും വരുന്നു അതിനപ്പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അടി കൊള്ളുന്നത് അവിടെ മതി അപ്പേ ദേ അങ്ങ് പോവാണേ സമയത്തായി കൊച്ചാ വരാത്തത് പോകുന്നതിന് കുഴപ്പമില്ല താറാവിനോട് ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ മണിത്താറാവിനോടെ ഇതേണ്ട ആ സൈഡിൽ ഇരിപ്പുണ്ട് പിന്നെ കിടന്ന് ഇവിടെ അന്ന് കാറിയ പോലെ ഇവിടെ കിടന്ന് കാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കത്തില്ല കേട്ടല്ലോ കൂട്ടിലൊന്നും അല്ല അവൻ ആ സൈഡിലുണ്ട് അവൻ എപ്പോൾ ചെന്നാലും ആ സൈഡിലുണ്ട് ഇങ്ങനെ വന്നേ നീ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കും അതിനൊക്കെ പെരക്കകത്ത് കയറ്റി അല്ല കോഴിക്കോട് കയറ്റി മതി എന്നത് കേറിയത് മോനെ നീ അവിടെ ആ താഴത്തെ ചേട്ടൻ തുണി ഇറക്കുന്നവർ പേടിച്ചോടിയില്ലേടി എന്താ പേടിച്ചു കയറിയല്ലേ നീ
എങ്ങോട്ട് വരാം? ഞാൻ കൊച്ചു വന്നിട്ടേ വരുന്നുള്ളൂ. ഞാൻ പോകട്ടെ. ബൈ. ബായ്. ഓടുന്ന എന്തിനാ? നടന്നു പോകാൻ അറിയില്ലേ? പിന്നെ അവിടെ വന്നിട്ടല്ലോ. എന്ത് കാട് പിടിച്ച് കിടന്ന സ്ഥലമെന്ന് ചോദിക്കണം. ഇപ്പം തൊഴിലുറപ്പുകാർ വന്ന് വൃത്തിയാക്കി. അത് നമ്മുടെ ഒപ്പം കാണുണ്ടായിരുന്നു. പട്ടി കുറയ്ക്കുന്നുണ്ട്. നാരായണി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ പട്ടി കുറയ്ക്കാൻ വഴി അല്ലേ? എന്തി പട്ടി കുറച്ചപ്പോൾ ഞാനത് നാരായണി വന്നെന്ന്. പൈസയുടെ കാര്യമൊക്കെ പറയുന്നേ ഇന്നലെ അല്ലേ ഞാൻ എന്നോട് പറയണേ. ഷോ അമ്മയ്ക്ക് ജോലിയൊന്നും ഇല്ലല്ലേ, ജോലിയൊന്നും ഇല്ലെങ്കിൽ കാശില്ലല്ലേ പറയുവാ. ചേച്ചി എന്നാ വരാത്ത? അവള് വരേണ്ട സമയമായല്ലോ. കറുപ്പും റോസും അത് ഇവിടുത്തെ എവിടുന്നാ പറഞ്ഞ കയറിയ? കാഞ്ഞിരപ്പള്ളിന്ന് എനിക്കറിയത്തില്ല. അത് ഇവിടുത്തെ അതല്ലേ നമ്മുടെ മർഫിയിലെ? അല്ല, റോസ് എനിക്കൊന്ന് സെന്റ് ആൻസിലായിരിക്കും. എന്നാ എനിക്കറിയത്തില്ല. സെന്റ് ആൻസ് ആണോന്ന് എനിക്കറിയത്തില്ല. അത് ഫോണാണല്ലോ പ്രശ്നം. +2 പഠിക്കുന്ന പിള്ളേരാണോ? 10th വരെ ഫോൺ കൊടുക്കല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ ഫോണും കൊടുക്കും. പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. നാരായണി ഇങ്ങനെ പറഞ്ഞ എല്ലാവർക്കും ഫോണുണ്ടോ അമ്മ, എല്ലാവർക്കും ലച്ചുവിനൊക്കെ ഇല്ല, അവർക്കില്ല ഇവർക്കില്ല എന്ന്. ഞാൻ പറഞ്ഞു +2 കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു ഫോണിനെ കുറിച്ചൊക്കെ. ഇപ്പോൾ തൽക്കാലം ഫോണ് എൻ്റെ പണ്ടൊക്കെ ഈ പഠിക്കാൻ വിടുന്നിടത്ത് ഫോൺ ഉണ്ടായിട്ടാണ് നമ്മളെല്ലാവരും അറിയിച്ചുകൊണ്ടിരുന്നത് ഇന്നടത്താണ് ഇങ്ങനടുത്താണ്. അപ്പോൾ പറയുന്നത് എന്നാന്നറിയോ, ഫോൺ ഉണ്ടെങ്കിൽ എവിടെയാണെന്നൊക്കെ അറിയാമല്ലോ താമസിച്ചാൽ. അപ്പോൾ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പം അത്യാവശ്യം ഇപ്പോൾ ഒരിടത്ത് വിളിക്കണമെങ്കിൽ ആരെങ്കിലും വിളിച്ചതേ നമ്പർ അറിയാമല്ലോ, ഒന്ന് വിളിച്ചു തരണമെന്ന് പറഞ്ഞാലും കിട്ടുമല്ലോ. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ അത്യാവശ്യം ഒന്നും ഇപ്പോൾ തൽക്കാലം പിള്ളേർക്കില്ല. ഓരോന്നൊക്കെ കേൾക്കുന്ന കാണുമ്പോഴേ ഫോണൊക്കെ കൊടുക്കാനായിട്ടങ്ങ് തോന്നും. അത് ആരും വലിയ വിശ്വാസമൊന്നും. സ്വത്തിന്റെ കാര്യത്തിൽ ആര് വന്നിട്ടാ തീരുമാനം? ചേച്ചിയാണോ ബിരിയാണി ഉണ്ടാക്കുന്ന ആള്? ശ്വാസം വിട്ടിട്ട് ഇതിന് പൊടി വേന്ന് ചേച്ചാച്ചിക്ക് എന്നാ വയ്യായിരിക്കും. അന്നേരം ബിരിയാണി ഇതിന്റെ അപ്പയോടെ ഒന്ന് പറ, ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തരണം മേടിച്ചിട്ടുണ്ടെങ്കിൽ. സൂര്യ ഹോട്ടലില് സൂര്യ ഹോട്ടലിൽ കിട്ടുമെന്ന്. സൂര്യ ഹോട്ടൽ ഏതെന്നറിയോ? ജയന്തര മാമന്റെ. സൂര്യ ഹോട്ടലിൽ കിട്ടുമെന്ന്. ഇനി സമയം എത്രയല്ലോ? എന്നാ മോളെ ഇത് താമസിച്ചേ? താമസിച്ചെന്ന്. ടീച്ചർ വിട്ടൊന്നും അല്ല. അതാ 6:30. അതാ ചോദിച്ച 6:30 ഇന്ന് ഇത്ര താമസിച്ചെന്ന്. അമ്മ ഒന്ന് അടച്ചേക്കണേ. ഒന്ന് അടച്ചേക്കുവോ? ഞാൻ പോയി
സഹസ്രനാമം വായിക്കട്ടെ. നീ വന്നു കഴിഞ്ഞിട്ട് വായിക്കായിരുന്നു. സാധാരണ ഇവിടെ വിളക്ക് കത്തിയ സമയത്ത് നീ വരുന്ന ഇവിടെ, ഞാൻ കത്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് വരുന്നത്. ആ പുറയിലോട്ട് പോകുമ്പോൾ നോക്കിക്കോ, ശ്രദ്ധിച്ചോണം. ഇന്ന് ഉച്ചയ്ക്കാണ് 4 മണിയായപ്പോഴേക്കും ഒരു എലിയുടെ പുറകെ ഒരു പാമ്പ് ഓടി പോകുന്നുണ്ടായിരുന്നു നമ്മുടെ ആലമാരുടെ കയറോട്ട്. അത് അന്ന് കണ്ടില്ലേ ബഹളി പിടിച്ച പാമ്പ്. അത് പോയി കാണും. പിന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു എലി ഓടുന്നുണ്ട്. ഇനി പുറകെ സാധനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ നമ്മളെ പുറകെ വരാം. നമുക്ക് തുറന്ന് വെച്ചേക്കാം. ഇതിനുണ്ടോ ഇവിടെ എങ്ങനെ ഇല്ലേ? എന്നറിയിക്കോ എനിക്ക് എന്റെ പൊന്നുമോനെ പാമ്പിനെ എനിക്ക് നല്ല പേടിയുണ്ട്, സത്യം ഞാൻ പറയാം. തുടങ്ങി അടുത്തത്. നീ വന്നേ, മൂർക്കോലി എങ്ങാനും അവിടെ കാണും. നീങ്ങ വാ. ആ പാമ്പിനേക്കാളും വെകളിയാ വെക്ക്. നിനക്ക് ഒരുപാട് സ്വത്തുണ്ടോ കൊടുക്കാൻ? പിന്നെ കുറച്ചു നേരമായി തുടങ്ങിട്ടോ സ്വത്തിന്റെ കാര്യത്തെ കുറിച്ച്. ആർക്കടി സ്വത്തുള്ളത് ഇവിടെ? ആർക്കും. എന്തിനാ സ്വത്ത് നിനക്ക്? പൈസ കൊടുക്കുന്ന അമ്മ അച്ഛൻ, അല്ലെങ്കിൽ പൈസ കൊടുക്കും. പിന്നെ പാല് ചായ ഇടുമ്പോഴേ ബൂസ്റ്റ് ഇടല്ലേ? എനിക്ക് വേണ്ട. മസാല ദോശ ഇട്ടാലോ? ആ അതെ, ബിരിയാണി മാറി മസാല ദോശയായി. ഒരു 10-15 മിനിറ്റ് വരെ ഇട്ട് തലവേദന.